ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഹാനി പഠിച്ചുല്ലേ. കഹാനി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. തും ജിയോ ഹസാരോം സാൽ സാലിക്കെ ദിൻ ഹോം 50,000. ഷിറാസ് ഹുസൈൻ എഴുതിയിട്ടുള്ള നീ ആയിരക്കണക്കിന് വർഷം ജീവിക്കട്ടെ, വർഷത്തിൽ 50,000 ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്നൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ. നമ്മുടെ നിമ്മി കുട്ടിക്ക് അങ്കിള് കൊടുത്ത ബർത്ത്ഡേ കാർഡിൽ എഴുതിയതായിരുന്നു അല്ലേ ഈ ഒരു സെൻറ്റൻസ്. ബർത്ത്ഡേ കാർഡിൽ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സെൻറ്റൻസും എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ അന്ന് പറഞ്ഞു മദർ തെരേസൻ്റെയും അമീർ ഖുസ്രോൻ്റെയും ഗാന്ധിജിയുടെയൊക്കെ പോലെ ഒരുപാട് വർഷം അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ അവരെ ലോകം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, മദർ, അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. മദർ തെരേസ, അമീർ ഖുസ്രോ യാ ഗാന്ധിജി ये लोग आज जिंदा नहीं है पर इन्हें सब आज भी याद रखते हैं. മദർ തെരേസയും അമീർ ഖുസ്രോയും ഗാന്ധിജിയും ഈ ആളുകളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ അവരെല്ലാവരും ഇപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് അവരെല്ലാവരും ഇപ്പോഴും ഓർക്കുന്നത്? क्योंकि वे अपने लिए नहीं दूसरों के लिए जिए हैं. അവരൊക്കെ എന്താണ്? അവരൊക്കെ अपने लिए नहीं दूसरों के लिए जिए, അവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ്. അപ്പിനെ കർമ്മ അവർ വിചാർ, അവരുടെ പ്രവർത്തനങ്ങളും ചിന്തകളൊക്കെ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും പേരിലാണ് ഹം ഉനേം ആജ് ബി യാദ് കർത്തേ ഹൈ, നമ്മളൊക്കെ ഇപ്പോഴും അവരെ ഓർക്കുന്നത്. അവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ്, അവർ ചെയ്ത പ്രവർത്തനങ്ങളും കർമ്മങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ അവരെ ഇപ്പോഴും ഓർക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ കഥൻ്റെ ബാക്കി നോക്കാം. യഹ് കവിത ബൽക്കി യഹ് ഷേർ മിർസ ഗാലിബിനെ ലിഖാ ഹേ. ഈ കവിത, ഈ ഈരടി, ഈ രണ്ട് വരി മിർസ ഗാലിബിനെ ലിഖാ ഹേ, മിർസ ഗാലിബ് എഴുതിയതാണ്. ഇവിടെ കണ്ടോ, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളാണ് മിർസ ഗാലിബ്. ഇയാളാണ് ആ ഒരു രണ്ട് വരി എഴുതിയിട്ടുള്ളത്. നാനാനെ ഉസ്കെ സാത്ത് സേ കാർഡ് ലേത്തെ ഹുയേ കഹാ. മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന്, അവളുടെ കയ്യിൽ നിന്ന് മുത്തച്ഛന് ആ കാർഡ് എടുക്കുന്നതിൽ പറഞ്ഞു. ഈ ഒരു കാര്യം, ഈ ഒരു ഈരടി മിർസ ഗാലിബ് എഴുതിയതാണ്. അരേ നാനു അബ് യഹ് ഷേർ ബനാനെ വാലെ ഗാലിബ് കഹാം സേ ആ ഗയാ. അതേ മുത്തച്ഛ, ഈ ഈരടി എഴുതിയ ഗാലിബ് എവിടെ നിന്നാണ് വന്നത്? എവിടെയുള്ള ആളാണെന്ന് ചോദിക്കുകയാണ്. എവിടെ നിന്നാണ് വന്നത് ഈ മിർസ ഗാലിബ്? ഗാലിബ് നെഹി ഗാലിബ്, ഗാലിബല്ല ഗാലിബാണ്. ഈ ഉറുദു ഭാഷ കെ ഷായർ ദേ, അദ്ദേഹം ഉറുദു ഭാഷയിലെ കവിയായിരുന്നു. ഷായർ കി കവിതാമേ കൈ സാരി ദോ ദോ ലൈൻസ് ഹോത്തി ഹൈ. ഈ കവിയുടെ കവിതയിൽ ഒരുപാട് ടു ലൈൻസ് ഉണ്ട്, ഇങ്ങനെ അർത്ഥവത്തായിട്ടുള്ള രണ്ട് ലൈൻസ്. ദോ ലൈൻസ് കി ഷേർ കഹലാത്തി ഹേ. ഓക്കെ, ഈ രണ്ട് വരിക്കാണ്, ഈ രണ്ട് വരിക്ക് തന്നെ പറയുന്ന പേരാണ് ഷേർ. ഓക്കെ, എക്സാമ്പിൾ തും ജിയോ ഹസാരോം സാൽ സാലക്കെ ദിൻ ഹോം 50,000 അല്ലേ. ഇത് രണ്ട് വരിയുള്ളൂ, പക്ഷെ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥം വരുന്ന, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രണ്ട് ലൈനാണ് അല്ലേ. ഇങ്ങനെ എഴുതുന്ന ഈ രണ്ട് ലൈന് മിർസ ഗാലിബ് എഴുതിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഈ രണ്ട് ലൈൻ എന്ന് പറയുന്ന പേരാണ് ഷേർ. ഓക്കെ, കഹത്തെ ഹുയേ നാനാ ഉഡ് ഗഡേ ഹുയേ. അത് പറയുന്ന അദ്ദേഹം, അത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. നിമ്മീനെ ഏകദം ഉൻക രാസ്ത രോക്ക ഔർ ബോലി. നിമ്മി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നാനാ കോയി ഔർ ഷേർക്കി ബാത്ത് ബത്താവോനാ. മുത്തശ്ശ, മറ്റേതെങ്കിലും കവിയെക്കുറിച്ചിട്ട് പറഞ്ഞുതരൂ, മറ്റേതെങ്കിലും കവിയുടെ ഷേറിനെ കുറിച്ചിട്ട് പറഞ്ഞുതരൂ. അച്ഛ ഗാലിബിക്ക് ഹി ബാത്ത് ബത്താദോ. ശരി, ഗാലിബിനെ കുറിച്ച് തന്നെ പറയൂ. മേര മത്ലബ് ഗാലിബിക്ക്, ഞാൻ അർത്ഥം ഉദ്ദേശിച്ചത് ഗാലിബ് എന്നാണെന്ന് പറയുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഗാലിബ്. അരേ
അബ് ബാദ് മേ സുനാവുക. ഓ ഇനിയിപ്പം പിന്നീട് പറയാം, പിന്നീട് കേൾക്കാം. അബി മുജെ സര സബ്ജി ലേനാ ജാനാ ഹെ. ഇപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോവണം. ഓക്കെ, നിമ്മിക്കുട്ടിക്ക് ഇത് കേട്ടപ്പോൾ വീണ്ടും വീണ്ടും അടുത്ത ഷെയറിനെ കുറിച്ചിട്ട് അറിയാൻ, അടുത്ത ഇതേപോലത്തെ 2 ലൈൻസിനെ കുറിച്ചിട്ട് അറിയാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവൾ ഗാലിബിൻ്റെ തന്നെ ആയാലും മതി എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു പിന്നീട് പറഞ്ഞുതരാമെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. നിമ്മിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നു. ആ ഗിഫ്റ്റിൽ കൊടുത്ത സെൻറ്റൻസിന് അതിലെഴുതിയിട്ടുള്ള ആ ഷെയറിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളും അതൊക്കെ ആയിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ മുത്തശ്ശൻ അത് ക്ലിയർ ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇവിടെ. നാനാ കോയി और शेर की बात बताओ ना. यहाँ निम्मी का कौन सा मनोभाव प्रकट होता है. മുത്തശ്ശ, വേറെ ഏതെങ്കിലും ഷെയറിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഇവിടെ നിമ്മിൻ്റെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? യഹാ ഉസ്കെ ജ്ഞാനാർജൻ കാ മനോഭാവ് കി പ്രകട ഹോത്താ ഹെ. ഇവിടെ അവളുടെ അറിവ് നേടാനുള്ള അറിവ് ആർജിക്കാനുള്ള, കൂടുതൽ അറിവ് നേടാനുള്ള ഒരു മനോഭാവമാണ്, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാനുള്ള ഒരു മനോഭാവമാണ് പ്രകടമാകുന്നത് അല്ലേ. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല നല്ല കാര്യം ചെയ്യണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ലോകം നമ്മളെ എപ്പോഴും ഓർക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് നോക്കാം. കഹാനി കെ ആധാർ പർ താലിക മേ സഹി യാ ഗലത്ത് ലിഖ്. കഹാനിയുടെ അടിസ്ഥാനത്തിൽ ഈ ബോക്സിൽ ട്രൂ ആണോ ഫാൾസ് ആണോ എഴുതാനാണ്. ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർദ. ബർത്ത്ഡേ കാർഡ് വളരെ സുന്ദരമായിരുന്നു. അപ്പം നമുക്കറിയാം അതെന്താണ്, ട്രൂ ആണ് അല്ലേ, ശരിയാണ്. നാനാനെ നിമ്മിക്കോ ടാണ്ട. മുത്തശ്ശൻ നിമ്മിയെ ശകാരിച്ചു. മുത്തശ്ശന് നിമ്മിയെ ശകാരിച്ചിട്ടില്ല അല്ലേ, അപ്പോൾ അത് തെറ്റാണ്. ബർത്ത്ഡേ കാർഡ് പർ ഷെയർ ലിഖാത. ബർത്ത്ഡേ കാർഡിൽ മേൽ ഒരു ഷെയർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ശരിയാണ്. നിമ്മീനെ നാനാക്കോ കാർഡ് ദിഗായ. നിമ്മി മുത്തശ്ശന് കാർഡ് കാണിച്ചു കൊടുത്തു. ഓക്കെ, അത് ശരിയാണ്. വിനോദങ്കലിനെ നിമ്മിക്കോ ഖിലൗന ദിയേ. വിനോദങ്കിൾ നിമ്മിക്ക് ടോയ്സ് നൽകി. അത് തെറ്റാണ്. മഹാത്മാ ഓം കി യാദ് ഹമേഷ രഖി ജാത്തി ഹേ. മഹാത്മാക്കളുടെ ഓർമ്മ എപ്പോഴും നിലനിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ്, ഇതൊക്കെയാണ് ട്രൂ ഓൾ ഫാൾസ് ഇടാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി മിസ് ഇവിടെ കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സഹി ആയതും ഗലത്തായതും ഒക്കെ കറക്റ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി മാച്ച് ചെയ്യാനാണ്. സഹി മിലാൻ കർക്കെ വാക്യ ബനായേ. ശരിയായത് മാച്ച് ചെയ്തിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മിർസ ഗാലിബ്, ദുനിയ ഹമേം, ഷേർ മേം, ഹസാരോം സാൽ. മിർസ ഗാലിബ്, ദുനിയ ഹമേം ലോകം നമ്മളെ, ഷേർ മേം ഷേറിൽ അതായത് ഈരടിയിൽ, ഹസാരോം സാൽ ആയിരക്കണക്കിന് വർഷം. നെക്സ്റ്റ് ഇവിടെ കോൻ ജീത്ത ഹെ ആരാണ് ജീവിക്കുന്നത്? ദോ ലൈൻസ് ഹോത്തി ഹെ ഈ 2 ലൈൻസ് ഉണ്ട്. ഉറുദു കെ ഷായിർ ദേ ഉറുദുവിലെ കവിയായിരുന്നു. ഹമേഷ യാദ് രഖേ ലോകം നമ്മളെ എപ്പോഴും ഓർത്ത് വെക്കട്ടെ. ഇങ്ങനെയുള്ള സെൻറ്റൻസ് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യില്ലെങ്ങനെ മിർസ ഗാലിബ് അല്ലേ. മിർസ ഗാലിബ് എന്തായിരുന്നു? ഉറുദു കെ ഷായിർ ദേ ഉറുദുവിലെ കവിയായിരുന്നു. ദുനിയ ഹമേം ലോകം നമ്മളെ എപ്പോഴും ഓർക്കണം അല്ലേ. ഹമേഷ യാദ് രഖോ. ഷേർ മേം ഷേറിൽ എന്താ ഉണ്ടാവുക? ദോ ലൈൻസ് ഹോത്തിയ 2 ലൈനാണ് ഉണ്ടാവുക അല്ലേ. നമ്മളെ തുംജിയോ ഹസാരോം സാൽ അങ്ങനെ 2 ലൈനാണ് ഉണ്ടാവുക. ഹസാരോം സാൽ ഗോൻ ജീത്ത ഹേ ആയിരക്കണക്കിന് വർഷം ആരാണ് ജീവിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. മിസ് അത് മാച്ച് ചെയ്ത് സെൻറ്റൻസ് ആക്കിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിർസ ഗാലിബ് ഉറുദു കെ ഷായിർ ദേ മിർസ ഗാലിബ് ഉറുദുവിലെ കവിയായിരുന്നു. ദുനിയ ഹമേം ഹമേഷ് യാദ് രഖോ ലോകം നമ്മളെ എപ്പോഴും ഓർക്കണം.
ഷേർ മേം ദോ ലൈൻസ് ഹോത്തി ഹേ, ഷേറിൽ രണ്ട് ലൈൻസ് ഉണ്ടാവും. ഹസാരോം സാൽ കോൻ ചീത്താ ഹേ, ആയിരക്കണക്കിന് വർഷം ആരാണ് ജീവിക്കുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയാണ് ബർത്ത്ഡേ കാർഡ് की विशेषताओं पर निम्मी और सहेली റീന के बीच बातें होती है. ബർത്ത്ഡേ കാർഡിൻ്റെ വിശേഷതകളൊക്കെ പറഞ്ഞ് നിമ്മിയും നിമ്മിൻ്റെ ഫ്രണ്ട് റീനയും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായി, സംസാരിച്ചു. വഹ് ബാത്ത് ചീത്ത് തയ്യാർ കരേം, ആ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. ബാത്ത് ചീത്ത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ആണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ വാർത്താലാപ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് വാർത്താലാപിൻ്റെ വേറൊരു പേരാണ് കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിമ്മി നമസ്തേ എന്ന് പറയാണ് റീനനോട്, നമസ്തേ. അപ്പോൾ റീന ആൻസർ എന്താ പറയുന്നത്? നമ്മളൊരാൾ നമസ്തേ പറഞ്ഞാൽ തിരിച്ചും നമസ്തേ എന്ന് പറയും അല്ലേ. നിമ്മി സബ് തോഹഫോം ഗോൽഘർ ദേക്ക, നിമ്മി എല്ലാ ഗിഫ്റ്റുകളൊക്കെ തുറന്നു നോക്കിയോ? അപ്പം നിമ്മി പറയാണ് ഹാ ദേക്ക, ഒക്കെ നോക്കി. റീന സബി പസന്ത് ആയ, എല്ലാം ഇഷ്ടപ്പെട്ടോ? അപ്പം നിമ്മി ഹാ അതെ, ബർത്ത്ഡേ കാർഡ് മുझे बहुत പസന്തായ, ബർത്ത്ഡേ കാർഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. റീന വഹ് ബർത്ത്ഡേ കാർഡ് കോൻ ദേത്താ ഹേ, ആ ബർത്ത്ഡേ കാർഡ് ആര് തന്നതാ? നിമ്മി ആൻസർ പറയാണ് മേര വിനോദങ്ങൾ, ഉന്മേം ഏക്ക് ഷേർ ലിഖാ ഹേ, മേര വിനോദങ്ങൾ, എൻ്റെ വിനോദങ്ങൾ തന്നതാണ്. ഉന്മേം ഏക്ക് ഷേർ ലിഖാ ഹേ, അതിന്മേലൊരു ഷേർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ റീന ചോദിക്കുക ഷേർ മത്ലബ് എന്താ ഷേർ, അതിൻ്റെ അർത്ഥം എന്താണ്? നിമ്മി കവിതാക്കോ ദോ ലൈൻസ്, കവിതയിലെ ഈ രണ്ട് ലൈൻസിന് അല്ലേ, രണ്ട് ലൈൻസ് എഴുതുന്നതിനാണ് ഷേർ എന്ന് പറയാം. റീന കിസ്കാ ഷേർ ഹേ, ആരുടെ ഷെയറാണ്? അപ്പം നിമ്മി പറഞ്ഞു കൊടുക്കുകയാണ് അത് ആരെഴുതിയതാണ്. നമ്മൾ കവിതയിൽ പഠിച്ചു, നമ്മൾ കഹാനിയിൽ പഠിച്ചു അല്ലേ, മിർസ ഗാലിബ് എഴുതിയതാണെന്ന്. അപ്പം നിമ്മി പറഞ്ഞു കൊടുക്കുകയാണ് ഉറുദു കവി ഗാലിബിക്ക്, ഉറുദു കവി ഗാലിബിൻ്റെതാണ്. ഓക്കെ, ഗാലിബിൻ്റെതാണ്. റീന ഓ സംചി, ഓ മനസ്സിലായി. ഓക്കെ, അപ്പോൾ അവരുടെ ബർത്ത്ഡേ കാർഡിനെ കുറിച്ചിട്ടുള്ള വിശേഷതകളാണ് കേട്ടോ അവർ പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ബാത്ചീത് കെ ആധാർ പർ റോൾ പ്ലേ പ്രസ്തുത കരെ. നമ്മളിപ്പോൾ കോൺവെർസേഷൻ പഠിച്ചു അല്ലേ, അതൊരു അഭിനയിക്കാൻ ആ ഒരു കോൺവെർസേഷൻ ഒരാൾ നിമ്മിയും ഒരാൾ റീനയൊക്കെ ആയിട്ട് കോൺവെർസേഷൻ അഭിനയിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കും ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. എല്ലാം നല്ല സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ഓക്കെ, എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.